യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ മണലിൽ ജി നാരായണപിള്ള പുരസ്കാരം CPI നേതാവ് കെ പ്രകാശ് ബാബുവിന് സമ്മാനിച്ചു. കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആരോഗ്യവും ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമമാണെങ്കിൽ ഭാവനാസമ്പന്നരായ മാതൃകാ ജനപ്രതിനിധികളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതിന് പരിധി വെക്കരുതെന്നും VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ആരോഗ്യവും ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമമെങ്കിൽ ഭാവനാസമ്പന്നരായ മാതൃകാ ജനപ്രതിനിധികളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതിന് പരിധി വയ്ക്കരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ മണലിൽ ജി നാരായണപിള്ള പുരസ്കാരം CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബുവിന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. CPIയിൽ പാർലമെന്ററി രംഗത്തേക്കുള്ള ടേം വ്യവസ്ഥയെ ചൂണ്ടിക്കാട്ടിയാണ് VM സുധീരൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഒരു സമയം കഴിഞ്ഞാൽ പാർലമെന്ററി രംഗത്ത് നിന്ന് പിരിയുകയും ചെയ്യണമെന്നും സുധീരൻ ഓർമ്മിപ്പിച്ചു. 25 വർഷം പാർലമെന്ററി രംഗത്ത് നിന്ന് താൻ ഇനി മത്സരിക്കാനില്ലെന്ന് പാർട്ടിക്ക് എഴുതി നൽകുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണത്തോടുകൂടിയ ആ ഒരു പ്രവചനമെന്ന് ഞാൻ ഉച്ചരിപ്പിക്കട്ടെ, ആ പ്രവചനം എത്രയോ അർത്ഥവത്തായി നമുക്ക് അനുഭവപ്പെടുന്ന കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ തത്വങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ച നിലപാടിലൂടെ മുന്നോട്ട് പോയ ജവഹർലാൽ നെഹ്റു, പ്രതിപക്ഷത്തിന് ആദരവ് നൽകിയ ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 364 സീറ്റ് ലഭിച്ചു. പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 16 സീറ്റാണ്. ഔദ്യോഗികമായ പ്രതിപക്ഷമെന്ന അംഗീകാരത്തിന് അർഹതപ്പെടുന്ന അംഗബലമില്ലെങ്കിലും മഹാനായ ജവഹർലാൽ നെഹ്റു, ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായ നേതാവ്, നാം എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന AKG എന്ന് വിളിക്കുന്ന AK ഗോപാലനെ, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃപദവിയിൽ ആദരിച്ചു, അംഗീകരിച്ചു മുന്നോട്ട് പോയി. നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ അത് വിശദമായ ചർച്ചകൾ നടത്തി ജനാഭിപ്രായം പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയ മുന്നോട്ട് പോയൊരു കാലം. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രതിപക്ഷവും ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് എന്ന അടിസ്ഥാന തത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പ്രവൃത്തിയിൽ കൊണ്ടുപോകുന്ന നടത്തിയ ആ ഒരു മഹത്തായ പാരമ്പര്യം. പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഘടകമാണെന്ന് അംഗീകരിച്ച് പ്രവർത്തിച്ച നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള രാജ്യമെന്ന് അപകടകരമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണെന്ന് കെ പ്രകാശ് ബാബു പറഞ്ഞു. അദ്ദേഹവും അതുപോലെ തന്നെ ജി ഗോപിനാഥപിള്ള എന്ന ഗോപിച്ചേട്ടൻ, അവർ രണ്ടുപേരും മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും കമ്മ്യൂണിസ്റ്റുകാരെ. പക്ഷേ അവരവരുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ലായിരുന്നു എന്ന് മാത്രം. തൻ്റെ ജീവിതം മുഴുവൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കിവെച്ച മണലിൽ ജി നാരായണപിള്ള എന്ന ആ ത്യാഗസമ്പന്നനായ പ്രവർത്തകൻ്റെ പേരിലുള്ള അവാർഡായതുകൊണ്ട് എനിക്കതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് TK വിനോദൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, പ്രൊഫസർ S അജയൻ, P ഉഷാകുമാരി, രാജു കൃഷ്ണൻ, പ്രഭാകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.